കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഹായ്, ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്, നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോരുതേ. അപ്പം നമ്മളൊരു 3 കരുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വടുകപ്പുളി എന്നും പറയാറുണ്ട്. നമ്മൾ ഇതുകൊണ്ട് നമ്മൾ നാരങ്ങക്കറിയാണ് വെക്കാൻ പോകുന്നത്. ഇത് 3 നാരങ്ങയും കൂടെ 1.25 കിലോ ഉണ്ട്. നമ്മൾ നാരങ്ങ മേടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല പഴുത്തത് നോക്കി മേടിക്കണം കേട്ടോ. പച്ച മേടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. കരുനാരങ്ങ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഈ 2 സൈഡും ആദ്യം നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളയാം. നമ്മൾ തൊലി കളയുന്നില്ല കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. അതിൻ്റെ കുരുവും പോയി ഒക്കെ പോയി. എന്നിട്ടിത് ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം മുറിച്ചെടുക്കാം. അപ്പം നമ്മൾ കരുനാരങ്ങ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ലെവൽ വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് കണ്ടോ. കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ വെള്ള തൊലി ഉണ്ടല്ലോ ഉള്ളിലുള്ളത്, അത് കളഞ്ഞ് ഈ പുറം തൊലി നമ്മൾ കളയണ്ട കേട്ടോ. അതിനാണ് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട്. അത് കളഞ്ഞ് കഴിഞ്ഞ് നമ്മൾ അച്ചാറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ കുഴഞ്ഞു പോവും. ഈ അല്ലികളൊക്കെ ഇങ്ങനെ വിട്ട് പോവും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ട് നമുക്ക് കറി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നല്ല പുളിയല്ലേ, ഉപ്പ് പിടിച്ചിരിക്കട്ടെ. ഞാൻ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 100 ഗ്രാം എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പുറത്തെ പുല്ല് വിട്ടുണ്ട്, അതിൻ്റെ ഒച്ചയാണ് ഈ കേൾക്കുന്നത് കേട്ടോ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ കടുകൊന്ന് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ കറി വയ്ക്കുമ്പോൾ നന്നായിട്ട് മൂത്ത് പോകാറില്ലേ, അതുപോലെ നല്ല ചുവപ്പ് കളർന്നും ആവണ്ട കേട്ടോ. ഈ ഒരു ലെവലിൽ നമുക്ക് എടുത്താൽ മതി. തീ കുറച്ചിട്ടിട്ട് വേണം നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാൻ. പൊടികൾ ഒരു 50 ഗ്രാം മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, ഒരു 3/4 സ്പൂൺ കായപ്പൊടി. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പൊടികൾ. ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് കുറച്ച് ദിവസം ഇരിക്കും കേട്ടോ. പെട്ടെന്നൊന്നും കേടുവന്ന് പോവില്ല. നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. നല്ല പൊടിയുണ്ടല്ലോ, അപ്പോൾ വേഗം പിടിക്കുമായിരിക്കും. കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ലേശം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയല്ലേ. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കരുനാരങ്ങ കൊണ്ടുള്ള നാരങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.